Okay, I think that you can now see the screen. Yes, we can. Okay, സാധാരണ ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, അങ്ങനെയെങ്കിൽ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ഒന്ന് പറയാമോ? യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം. പെർഫെക്റ്റ്. ഇത് വിർച്വൽ ആയതുകൊണ്ട് എനിക്ക് സമ്മാനം തരാൻ കഴിയില്ല, എങ്കിലും ഒരു വിർച്വൽ ഹാൻഡ് ഷേക്ക് ഞാൻ തരികയാണ്. ഗോഡ് ബ്ലസ് യു. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ സെഷനാണ്. കഴിഞ്ഞ 2 സെഷനിൽ നാം ചിന്തിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഞാൻ കാണുന്നു, കേൾക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തെ സെഷനിൽ നമ്മൾ കണ്ടത് ക്രിസ്തു എന്ന പേഴ്സണാലിറ്റി ആണെങ്കിൽ, കഴിഞ്ഞ ആഴ്ച യേശു എന്ന പേഴ്സണാലിറ്റിയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു സഞ്ചരിച്ച സ്ഥലങ്ങളുടെ ഒരു സമ്മറി മാത്രം ഞാൻ പറയാം. I would like to give a small summary about the geography of the land which Jesus had walked. That's very important in our study. നമ്മുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു കാര്യം. നമ്മുടെ ബൈബിളില് അവസാനത്തെ ഭാഗത്തായിട്ട് കുറെ മാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ചിലരെല്ലാം ബൈബിളിന്റെ കനം കുറയ്ക്കാനായിട്ട് അതെടുത്ത് മുറിച്ചു മാറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യരുത്. നമ്മുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പിന്നിൽ ആ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാമോ? യേശു ക്രിസ്തുവിന്റെ കാലത്തെ പലസ്തീൻ നാട് എന്ന് പേരുള്ളതായ ഒരു സ്ഥലമാണ് കാണുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എന്നാൽ ബൈബിളിൽ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറ്റ്ലീസ്റ്റ് പരിശോധിക്കാനായിട്ടുള്ള ഒരു സമയം കൂടെ ആയിട്ട് നമുക്കിത് എടുക്കാം. ചിലപ്പോ ഒന്ന് ചുളുങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുക. അതൊക്കെ ഒന്ന് നിർത്തുന്നതൊക്കെ നല്ലതാണ്, 2 സൈഡും കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ അവർ സ്റ്റഡി. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിൽ കർത്താവ് സഞ്ചരിച്ച സ്ഥലങ്ങൾ പഠിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, യേശുവിന്റെ കാലത്തെ പലസ്തീൻ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ ഇത് കൂടാതെ ഒരു 5 ടോപ്പിക്കും കൂടെ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അത് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഒരു ചരിത്ര പുരുഷനായതുകൊണ്ട് ഒരല്പം ചരിത്രം കൂടെ ഞാൻ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചരിത്രങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. എനിക്ക് സ്കൂളിൽ ഹിസ്റ്ററിക്ക് അധികം മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഹിസ്റ്ററിയുടെ വാല്യൂ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഹിസ്റ്ററി ഞാൻ പറയും. അതുകൊണ്ട് നിങ്ങൾ അതും നമ്മുടെ കർത്താവിന്റെ ഭാഗം തന്നെയാണ്. കർത്താവിന്റെ സ്റ്റോറി ആണല്ലോ, ഹിസ് സ്റ്റോറി ആണല്ലോ. അതുകൊണ്ട് ഹിസ്റ്ററി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് കഴിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ലുക്ക് ഇൻ ടു Palestine in the time of Jesus Christ. Okay, on the left side, my left side, for you it will be on the right side. You could see a blank map. അവിടെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, കുറെ കുത്തുകുത്തുകളേ ഉള്ളൂ. എന്നാൽ വലത്തെ സൈഡിൽ, എന്റെ റൈറ്റ് സൈഡിൽ, യു ക്യാൻ സീ എ മാർക്ക്ഡ് മാപ്പ്, പാലസ്റ്റീൻ ഇൻ ദ ടൈം ഓഫ് ജീസസ്. അത് ഞാൻ ഇംഗ്ലീഷ് അറിയുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നതാണ്. ഇടത്തെ വശത്ത് മലയാളം ത്തിൽ നമുക്ക് സ്ഥലങ്ങൾ കാണാം. ഞാൻ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കുന്നത് ഞാൻ ഓരോ ആനിമേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് മനസ്സിലാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകെ സഞ്ചരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ മാപ്പിൽ കാണുന്നത്. നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയുടെ അത്രേ ഉള്ളൂ ആ സ്ഥലം. അത്രേ കർത്താവ് സഞ്ചരിച്ചിട്ടുള്ളൂ. ചില ആൾക്കാർ പറഞ്ഞു കാശ്മീരിലൊക്കെ കർത്താവ് വന്നു എന്നാ പറഞ്ഞേ. അവര് പറഞ്ഞോട്ടെ, പക്ഷെ കർത്താവ് ഒന്നും അവിടെ പോയിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ 3 പ്രോവിൻസുകളിലാണ് കർത്താവ് സഞ്ചരിച്ചത്. പ്രോവിൻസ് എന്ന് നമ്മുടെ ഭാഷയിൽ നമുക്ക് പറയുകയാണെങ്കിൽ സംസ്ഥാനം, സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ആക്ച്വൽ സ്റ്റേറ്റ് അല്ല, they call it as province. Jesus Christ traveled only in 3 provinces. And what are they? ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് യഹൂദിയ, ജുഡിയ. In English we call it as Judea, യഹൂദിയ. Second, Samaria, Shamaria. 3, Galilee, ഗലീല. ഈ 3 പ്രോവിൻസുകളിലാണ്
കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തത് എന്ന് കാണുവാൻ സാധിക്കും. അടുത്ത ക്ലാസ്സിൽ കർത്താവിന്റെ ഈ യാത്ര ഓരോ പ്രോവിൻസിലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ ആധാരമാക്കി കർത്താവിന്റെ ഈ യാത്ര നേരെ യഹൂദയിൽ വന്ന് അവസാനിക്കുന്ന ആ ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവാത്മാവ് അങ്ങനെ ആകണം എന്നാണ് ഇന്ന് എന്നോട് പറഞ്ഞത്. ചിലപ്പോൾ അത് ഒരു വ്യാഴാഴ്ചയ്ക്ക് ആകുമ്പോൾ ചിലപ്പോൾ മാറാം, നമുക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ടു ഹാവ് ദോസ് ജോഗ്രഫിക്കൽ പാർട്ട് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, 3 പ്രോവിൻസുകൾ: യഹൂദ്യ, ശമരിയ, ഗലീല. ഇത് മറന്നു പോകരുത്, യഹൂദ്യ, ശമരിയ, ഗലീല. അതില് ഈ സ്ഥലങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് ഒന്ന് നോക്കാം. യഹൂദി, പിന്നെ പെറിയ എന്ന് പേരുള്ള ഒരു സ്ഥലമുണ്ട്, പെറിയ. നിങ്ങൾക്ക് കാണാലോ, അടുത്ത ഇത് വന്നത് പെറിയ എന്നാണ്. ഇത് ഇങ്ങനെ എഴുതാൻ ഞാൻ ഒരു കാരണമുണ്ട്. യഹൂദന്മാർ യഹൂദയിൽ നിന്ന് ഗലീലേക്ക് യാത്ര തിരിക്കണമെങ്കിൽ അവർ ശമര്യ വഴി പോകുകയില്ല. അവർ പെറിയ വഴി ഗലീലേക്ക് അവർ പോകുകയുള്ളൂ. പെറിയ വഴി പോകുന്നതായി നമുക്ക് കാണാം. പക്ഷെ യേശു കർത്താവിന്റെ ശമര്യാസ്ത്രീയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് അവന് ശമര്യയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ he was prepared to go through Samaria. He avoided or skipped Perea and he deliberately walked through Samaria. That's what we see. ആ ഭാഗം ശമര്യ സ്ത്രീയുടെ ആ കഥ നമ്മൾ ഒരു ധ്യാന ചിന്തയായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. സോ യഹൂദ്യ, ശമര്യ, ഗലീല. ഇനി എദൂമിയ എന്നു പേരുള്ള സ്ഥലം ഇവിടെയാണ്. യഹൂദയുടെ താഴ്ഭാഗത്താണ് ഇദൂമിയ. യു ക്യാൻ സീ ഏതോം വംശജനാണ് ഹെരോദാവ്. കിങ് ഹെറോദ് ഈസ് an Edomite. Okay, he's not a Jew, he's an Edomite. We can know that. And നിന്നുപോയോ? ഓക്കെ, ശബ്ദം നിന്നുപോയോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നിന്നെങ്കിൽ പറയണം. അടുത്ത എന്റെ പ്രോഗ്രാം ഉണ്ട്, അതിലേക്ക് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് 2-3 സ്റ്റാൻഡ് ബൈകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ജെറുസലേം ഈസ് ഇൻ ജുഡിയ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. യെരുശലേം യഹൂദയിലാണ്. സ്ഥലങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കർത്താവിന്റെ പഠനത്തിൽ. സോ ജെറുസലേം ഈസ് ഇൻ ജുഡിയ. Bethlehem is in Judea. Then Bethany is in Judea. Then Mount Olive is in Judea province. Okay, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റു ചില സ്ഥലങ്ങളും കൂടെ ഉണ്ട്, എന്നാൽ നമ്മൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. And Jericho, we have that in Judea premises. It's not in Judea, but it's close to Judea. കാരണം ശമര്യക്കാരൻ നടന്നു വരുന്നത് യെരിഹോവിൽ നിന്ന് എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾ അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. Then we have ശമര്യയില് we have Sukkar. It's a city called Sychar. And Jesus, he sat there nearby a well. We read that. That is Sychar, Sychar. And there is a mount called Gerizim. The Samaritan woman asked, you say that worship, നമസ്കരിക്കുന്നത് ആ മലയിലാണ്, ഞങ്ങൾ പറയുന്നു ഈ മലയിലാണ്. Okay, so that is Gerizim. The Samaritan woman was pointing to Mount Gerizim. അത് ശമര്യയിലാണ്. വീണ്ടും നമ്മൾ നസ്രേത്ത് പട്ടണം കാണുന്നത് ഗലീലയിലാണ്. നസ്രേത്ത് പട്ടണം ഗലീലയിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാം കഫർനഹൂം ഗലീല പ്രദേശത്താണ്. കഫർനഹൂം. കാന കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം നടന്ന സ്ഥലമാണ് കേന. അത് ഗലീലയിലാണ്. നൈൻ പട്ടണത്തിലെ വിധവ ഗലീല പ്രദേശമാണ്. പിന്നീട് ബെത്സൈദ എന്നുള്ളത് ഇക്കരെയാണ്, ബെത്സൈദ പട്ടണം. ഓക്കെ, ഇത്രയും ഈ പ്ലേസസ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം.
പിന്നീട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലേസസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ബൈബിളിലുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഈ മാപ്പ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. യഹൂദ്യ എന്ന് പറയുമ്പോൾ അത് ഏത് ലൊക്കേഷൻ ആണ്, ശമര്യ എവിടെയാണ്, ഗലീലി എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് ഗലീല കടൽ, ഗാലലി, സീ ഓഫ് ഗാലലി, ആൻഡ് ദിസ് ഈസ് റിവർ ജോർഡൻ, യോർദാൻ നദി, ആൻഡ് ദിസ് ഈസ് ഡെഡ് സീ, ചാവുകടൽ. ഓക്കെ, അപ്പൊ ഈ 3 സീ നിങ്ങൾ ഓർത്താൽ മതി. ഒന്ന് ഗലീല കടൽ, യോർദാൻ നദി, ചാവുകടൽ, ഡെഡ് സീ. അതിന്റെ ഇപ്പുറയുള്ള ഭാഗമാണ് ഗാലലി, ശമരിയ ആൻഡ് ജുഡിയ. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇത് സീ ആണ്, മെഡിറ്ററേനിയൻ സീ ആണെന്നുള്ളതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ വേഗം ഇനി മുന്നോട്ട് പോട്ടെ. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഇൻ അവർ സ്റ്റഡി. അടുത്തതായിട്ട് നമ്മൾ യേശുവിന്റെ ജനനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളോട് ആരെങ്കിലും യേശുവിന്റെ ജനനം ചോദിച്ചാൽ പിന്നെ അത് നമുക്ക് അറിയുന്ന കാര്യമില്ല. ബത്ലഹേമിൽ യേശു ജനിച്ചു, ഇടയന്മാര് കാണാൻ വന്നു, വിദ്വാൻമാര് വന്നു, അങ്ങനെ അവര് കൊല്ലാനായിട്ട് ശ്രമിച്ചു, അങ്ങനെ കർത്താവ് വളർന്നു. അങ്ങനെ സില്ലി ആയിട്ട് വിടരുത്. The birth of Jesus Christ is very important, very important. യേശു ജനിച്ചില്ല എങ്കിൽ നമ്മളില്ല. So the birth of Jesus is very important. More than the place and the time, the person's birth is important. യേശു ജനിച്ചതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിലേക്ക് ഞാൻ നിങ്ങളുടെ വളരെ പ്രസക്തമായതെന്ന് എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങളിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, first of all, we will look two account from 2 Gospels, one from Matthew and the other from Luke. മത്തായിയിലെയും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെയും 2 ഭാഗങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വി വിൽ ലുക്ക് വൺ ബൈ വൺ ഇൻ ടു ദാറ്റ്. ഓക്കെ, ഈ ഡിസ്പ്ലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ. നിങ്ങൾ എടുത്തു വെക്കുക. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ലെറ്റർ കാണാം, ഒരു ആൽഫബറ്റ് എല്ലാ സെന്റൻസിന്റെയും ഇല്ല, മിക്ക സെന്റൻസിന്റെയും എൻഡില് ഒരു റെഡ് ലെറ്ററിൽ ആൽഫബറ്റ് നിങ്ങൾക്ക് കാണാം. കുട്ടികളോടായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ചേനെ, ക്യാൻ യു ജോയിൻ ദോസ് വേർഡ്സ് എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും. എന്നാൽ നമുക്ക് സമയം അധികം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയാം, അത് ലോർഡ് ജീസസ് എന്നാണ്. ലോർഡ് ജീസസ്. എന്താണ് അങ്ങനെ ഞാൻ പറയാൻ കാരണം? LORD എന്നുള്ളതാണ് ലോർഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഓർഡർ, ഇവന്റിന്റെ ഓർഡർ അതാണ്. ദ ഇവന്റ് ഓഫ് the order of the birth of Jesus Christ can be noted from the word Lord Jesus in our slide. That's what I meant through these words. Okay, the first event is it's in Luke Gospel. ആദ്യത്തെ ഇവന്റ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷമാണ് ആദ്യത്തെ സുവിശേഷമെങ്കിലും കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തില് മറിയ എന്ന ഒരു ഭാഗ്യവതിയായ ആ ഒരു സഹോദരിയിൽ നിന്നാണ് കർത്താവിന്റെ ജനനത്തിന്റെ ബയോഗ്രഫി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആരംഭിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 26 മുതൽ 38 വരെയുള്ള വേദഭാഗത്ത് ആ ഭാഗം വായിക്കണ്ട, എങ്കിലും ഞാനത് പറഞ്ഞു പോകാം. ദൂതൻ വന്ന് മറിയോട് പറയുന്ന വാക്കാണ്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇത് മറിയയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് ദൂതൻ വന്ന് മറിയോട് ഇത് പറയുന്നത്. അപ്പോൾ മറിയ പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് എന്നെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. മറിയയുടെ ഡിഗ്നിറ്റി, മറിയയുടെ പ്യൂരിറ്റി, മറിയയുടെ ഹോളിനെസ്, മറിയയുടെ സിൻസിയറിറ്റി. മറിയ പറയാണ്, പുരുഷനെ അറിയാത്ത എനിക്ക് എങ്ങനെ ഇത് സംഭവിക്കും? ഐ എം ഹോളി,
ഞാൻ എൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഞാൻ വിശുദ്ധയാണെന്ന് ആരോടാ പറയുന്നത്? ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവിനോടാ. നമുക്ക് ആരോടെങ്കിലും നമ്മുടേതായിരിക്കുന്ന ഡിഗ്രിക്ക് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയും നമ്മൾ ഒന്നും പറയണ്ട, നമ്മൾ ഒന്ന് പറഞ്ഞാൽ 10 നമ്മളെ കുറിച്ച് പറയും എന്ന് പറഞ്ഞ് നമ്മൾ ക്വൈറ്റ് ആയിരിക്കും. മേരി പറയാണ്, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് അങ്ങനെ സംഭവിക്കാനായിട്ട് ഇടയില്ല. ഐ എം ഹോളി, ഐ എം ഹോളി. അത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ ഭാഗം, the first part. And second part, we see that in Matthew, മത്തായിയുടെ സുവിശേഷത്തിലാണ് രണ്ടാമത്തെ ഓർഡർ നമുക്ക് കാണുന്നത്. യോസെഫിനോട് വന്ന് പറയുകയാണ്. ഇതിനിടയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ നമുക്ക് കാണുകയില്ല, എങ്കിലും ഞാൻ ചേർത്ത് പറയാം. മറിയയോട് ദൂതൻ വന്ന് പറഞ്ഞതിന് ശേഷം മറിയ നേരെ എലിസബത്തിന്റെ അടുക്കലേക്കാണ് പോകുന്നത്, യഹൂദിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ചില മാസങ്ങൾ അവിടെ പാർക്കുകയാണ്. ഈ സമയത്ത് ആണ് യോസേഫ് അറിയുന്നത് മേരി ഈസ് പ്രഗ്നന്റ്. മേരി വീട്ടിലില്ല, മേരി അവിടെ എലിസബത്തിന്റെ അവിടെയാണ്. അങ്ങനെ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നുണ്ടെന്ന് യോസഫ് പറഞ്ഞപ്പോൾ he was a righteous man. റൈച്ചസ് മാൻ എന്ന് ഞാൻ പറയാൻ കാരണം, യഹൂദ താമാറിന്റെ ആ സ്റ്റോറിയില് താമാർ ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ യഹൂദ ശിക്ഷിക്കുവാനായിട്ട് ചിന്തിച്ച ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ചുട്ടുകളക എന്നുള്ളതാണ്. ബേൺ ഇറ്റ് എന്നുള്ള. ചിലവര് കല്ലെറിഞ്ഞു കൊല്ലും. പക്ഷെ ജോസഫ് said doesn't matter. Okay, let she leave. അവൾ ജീവിക്കട്ടെ, ഞാൻ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല. Was a righteous man. അങ്ങനെ നനച്ചിരിക്കുന്ന സമയത്ത്, അങ്ങനെ നനച്ചിരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് പറയാണ്, നീ ശങ്കിക്കണ്ട, നീ അവളെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കണ്ട. എത്ര സുഖമുള്ള ഒരു വാക്കാണ്. നമ്മൾ സംശയിച്ചിരിക്കുമ്പോൾ, when we are doubted, the angel of the Lord coming and telling us, fear not, നീ പേടിക്കണ്ട. നമ്മുടെ ജീവിത ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നത്, നീ പേടിക്കണ്ട, നീ ചിന്തിച്ചത് ശരിയാണ്, ഷീ ഈസ് പ്രഗ്നന്റ്, ബട്ട് ഇറ്റ്സ് വിൽ ഓഫ് ഗാഡ്. അതുകൊണ്ട് നീ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കണ്ട എന്ന് പറയുകയാണ്. ദാറ്റ്സ് എ സെക്കൻഡ് ഇവന്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് യേശു കർത്താവ് ജനിക്കുന്നതാണ്. യേശു കർത്താവ് ജനിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് ഞാൻ പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ സ്റ്റഡിയിൽ അതെല്ലാം പറയുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. ശ്രദ്ധിക്കുക, യോസേഫ് മറിയയെ കൊണ്ട് പ്രസവിക്കാറായ സമയത്തല്ല യഹൂദയിലെ ബെത്ലഹേമിലേക്ക് എത്തിയത്. ദാറ്റ്സ് റോങ്. മൂവിയിൽ നമ്മൾ കാണുന്നത് നല്ല പ്രസവിക്കാറായ മറിയ ഇങ്ങനെ നിറഞ്ഞ വയറോടുകൂടെ കഴുതപ്പുറത്ത് ഇങ്ങനെ വയ്യാതെ നടക്കുവാണ്. അങ്ങനെ ജോസഫ് ചെന്ന് എല്ലാ മുറിയുടെയും വാതിലിൽ ഇങ്ങനെ മുട്ടുന്നു. ഇസ് there place? അങ്ങനെ പറയുന്നു, നോ പ്ലേസ് ഹിയർ. അങ്ങനെയൊന്നുമല്ല. നേരത്തെ തന്നെ they had gone to Bethlehem. I think maybe in her 3rd or 4th month, 4ാം മാസത്തിലോ 3ാം മാസത്തിലോ അവിടേക്ക് എത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. We can prove that from the word of God. അങ്ങനെ അവര് ബെത്ലഹേമിലേക്ക് എത്തുകയാണ്. ബെത്ലഹേമിലേക്ക് വരുവാനുള്ള ഒരു കാരണം കൂടെ നമുക്ക് കാണാം. ദൈവം കൈസറിനോട് സെൻസസ് എടുക്കുവാനായിട്ടുള്ളതായ ഒരു നിയമം പുറപ്പെടുവിക്കുന്നു. So they came to Bethlehem because it is the prophecy of God. മീഖ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും നിന്നെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. So Mary and Joseph, they should reach at Bethlehem, and God made the way. God paved the way. God prepared the heart of the rulers to bring Mary and Joseph to Bethlehem. അങ്ങനെ അവര് ബെത്ലഹേമിലേക്ക് അവർ വന്നു. നമുക്ക് അതൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില് അവരവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ
ഒരു തെളിവ് ഞാൻ അവിടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 2:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് ഔഗസ്തോസ് കൈസരുടെ ആജ്ഞ പുറപ്പെട്ടു. കൊറിന്യോസ് സിറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താന്താന്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസെഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദിയയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതന് നമുക്ക് അവിടെ ഒന്ന് പോസ് ചെയ്യണം. ശ്രദ്ധിക്കുക, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? ആ മാപ്പ് നിങ്ങളുടെ മനസ്സിൽ വരണം. They were traveling from Galilee. They were traveling from Galilee. They walked around 2 days. They walked around 2 days. അങ്ങനെ ഒരു നിറഞ്ഞ വയറോട് കൂടെ ഇങ്ങനെ 2 ദിവസം നടത്തിക്കാനായിട്ടുള്ളതായ ഇഗ്നറന്റ് ഒന്നല്ല ജോസഫ്. അതിന് ഒരു തെളിവ് ഞാൻ പറയാം. In verse 6 we read that while they were there. In മലയാളം അവർ അവിടെ ഇരിക്കുമ്പോൾ. It's not while they reached there. അവരവിടെ എത്തിയപ്പോൾ എന്നല്ല, while they were there. അവരവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു എന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനി ഈ അവരെവിടെ ആയിരുന്നു എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മള് സാധിക്കുന്നത് പുൽത്തൊട്ടിയില് അങ്ങനെ എവിടെയും സ്ഥലം കിട്ടാഞ്ഞിട്ട് ആരും ലോഡ്ജ് കൊടുക്കാഞ്ഞപ്പോൾ പുൽത്തൊട്ടിയിൽ കൊണ്ട് കെടുത്തി എന്നൊക്കെയാണ്. അങ്ങനെയല്ല, there is a proof behind that. Okay, I'm not going to that. എന്നാൽ അവരവിടെ ഇരിക്കുന്ന സമയത്ത് അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് 7ാമത്തെ വാക്യം. Yes, you can read. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ശ്രദ്ധിക്കുക, യേശു കർത്താവ് അവിടെ ജനിക്കുകയാണ്. ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഞാനിവിടെ ഒന്ന് എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വഴി അമ്പലം എന്ന് പറയുന്നത് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശമരിയക്കാരനെ കൊണ്ടാക്കിയ സ്ഥലമാണ് നമ്മുടെ മനസ്സിൽ. സത്രം എന്നുള്ള, ലോഡ്ജ് എന്നുള്ള. ദാറ്റ്സ് റോങ്. വഴിയമ്പലം എന്നുള്ള വാക്ക് അതിന്റെ ഒറിജിനൽ വേർഡ് കാറ്റലൂമ എന്നാണ്. കാറ്റലൂമ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗസ്റ്റ് ചേംബർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനർത്ഥം? ഞാൻ ഇങ്ങനെ അതിന് പറയാം. യഹൂദയിൽ ജോസഫ് he was in a house. We do not know whose house is that. Maybe his relative's house. There they have a guest chamber. It's a big hall. Jesus Christ had his last supper, likewise a chamber. That's also Fatima. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ സെൻസസിനായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. എന്നാൽ അവിടെ മറിയയ്ക്ക് പ്രസവിക്കുവാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇറ്റ് ഈസ് കോമൺ എമോങ് ജൂയിഷ് പീപ്പിൾ. ഈ ഗസ്റ്റ് ചേംബറിന്റെ നേരെ താഴെയാണ് കാറ്റിൽ ഫീൽഡ്. അങ്ങനെ കാറ്റിൽ ഫീൽഡിൽ അതൊരു ലേബർ റൂം ആയിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് എ കോമൺ തിങ്. അത് നേപ്പാളിൽ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്കറിയുന്ന ഒരു സംഭവമാണ്. സോ ഗിവിംഗ് ബർത്ത് in a manger, it's not an unique thing, it's a common thing. ഒരു സാധാരണക്കാരന്റെ ഒരു ജനനം ആണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. So they came down and laid baby in the manger. That's what we read there. അങ്ങനെ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് നമുക്ക് കാണുന്നത്. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോയെന്നുള്ളൂ, എന്നാൽ നമുക്ക് വിശദീകരിക്കുമ്പോൾ കുറേയും കൂടെ നമുക്കത് മനസ്സിലാവും. While they were there in that chamber or in that manger, we could see that
ഡി, അടുത്ത ഭാഗം ഡി ആണ്, ഇടയന്മാരുടെ സന്ദർശനം. 2:8 മുതൽ 20 വരെയുള്ള വേദഭാഗമാണ്. Chapter 2 of Luke, verses from 8 to 20. We are not going to read the whole thing, but I will tell you. ഈ മേഞ്ചറിലായിരിക്കുന്ന സമയത്താണ് ഇടയന്മാർ വരുന്നത്. അവിടെ ഇടയന്മാർ വന്നപ്പോൾ അവരോട് കൊടുത്ത ഒരു സൈൻ ഉണ്ട്. അവരോട് പറഞ്ഞ സൈൻ ഇതാണ്: നിങ്ങൾക്ക് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. വേഴ്സ് 12, chapter 2 verse 12. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോൾ ഇടയന്മാർക്ക് അറിയാവുന്ന ഒരു അടയാളമാണ് ശീലകൾ ചുറ്റുക എന്ന് പറയുന്നത്. സ്വാഡ്ലിംഗ് ക്ലോത്ത്സ്, ദാറ്റ് ഈസ് എ സൈൻ ഓൺലി ഫോർ ദ ഷെപ്പേർഡ്. ശ്രദ്ധിക്കാം, ഒരു ബേബീനെ തുണി കൊണ്ട് ഇങ്ങനെ ചുറ്റുന്നത് അത് ഇത്ര വലിയ അത്ഭുതമൊന്നുമല്ല. എന്നാൽ സ്വാഡ്ലിംഗ് ക്ലോത്ത്സ്, ദാറ്റ് ഈസ് എ വെരി നോട്ടബിൾ തിങ്. വാട്ട് ഈസ് ദാറ്റ്? There are two history behind that. The shepherds are the people who give shepherds to the temple. Sheep to the temple. I'm sorry, sheep to the temple. ആട്ടിടയന്മാരാണ് ദേവാലയത്തിലേക്ക് ആടുകളെ നൽകുന്നത് യാഗത്തിനായി. And they are also the people who give Passover lamb. That is a very special lamb. അതിന് ഊനമില്ലാത്തതായിരിക്കണം. And that Passover lamb was slaughtered by wrapping swaddling cloth. That shepherds, they do that. അങ്ങനെ പാസ്ഓവർ ലാമ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ് swaddling clothes. That's one thing. And the second thing, swaddling clothes are wrapped not on a newborn baby but on a dead body. ഒരിക്കലും ജനിച്ച ഒരു കുഞ്ഞിന്റെ മേല് ചുറ്റുന്നതല്ല സ്വാഡ്ലിംഗ് ക്ലോത്ത്സ്. എന്നാൽ മരിച്ച ഒരാളുടെ ശവശരീരത്തിന്മേൽ ചുറ്റുന്നതാണ് സ്വാഡ്ലിംഗ് ക്ലോത്ത്സ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? കർത്താവ് ജനിച്ചത് മരിക്കുവാനാണ്. നമ്മളെല്ലാം ജനിച്ചത് ജീവിക്കുവാനാണെങ്കിൽ യേശു ജനിച്ചത് മരിക്കുവാനാണെന്ന് ഈ വെറും ശീലകളിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇടയന്മാർക്കറിയാം. ഇടയന്മാര് വന്ന് കണ്ടു, ആ ശീലകൾ അവര് കണ്ടു, അവര് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. So that is the fourth event, LORD. And we have that fifth event, that's J. കർത്താവിന് അതിനുശേഷം പരിച്ഛേദന ഏൽക്കുകയാണ്. 2:21 വാക്യത്തിലാണ് 8-ാം നാളിൽ. And he was circumcised. Since he is a Jew, he had to go through such a ceremonial event. So he was circumcised. Then we have E, the next one, E. കർത്താവിനെ ദേവാലയത്തില് സമർപ്പിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. After 6 weeks that we have in chapter 2 verses 22 to 38. ഇവിടെയാണ് ശിമയോനും ഹന്നയും കർത്താവിനെ കാണുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Then we have the one S. There are 2 S in Jesus. So I have given a 1 here, and under Matthew column we have a wise man here. Did you notice? നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല, ക്രിസ്മസ് സ്റ്റോറിയില് വിദ്വാൻമാര് വരുന്നത് മെയിഞ്ചറിലാ. നിങ്ങൾ ഏത് പുൽക്കൂട് എടുത്തു നോക്കിയാലും അതിന്റെ അകത്ത് വൈസ്മാൻ കാണാം. നമ്മളും അങ്ങനെയാ വിശ്വസിച്ചിരിക്കുന്നത്. The wise man didn't come to the manger. Where did they came? We will go through that passage. Matthew chapter 2 verses 1 to 12. Matthew chapter 2 verses 1 to 12. We'll read verse 11. Verse 11. 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു അവനെ നമസ്കരിച്ചു.
നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. Okay, so look here. The shepherds, they met Jesus in the manger. But the wise man, they worshipped Jesus in a house, in a home. Which house is that? We do not know exactly. ഏതാണ് ഈ വീടെന്ന് നമുക്ക് അറിയില്ല. By this time, they may have gone into the upper chamber, as I told you. Maybe. Or he might have taken a house. We do not know. Anyway, it's not major. The day, it's not the same day. It's not the same day. It's not the same night. അത് same night അല്ല. വീട്ടിൽ വന്ന് യേശു കർത്താവിനെ നമസ്കരിക്കുകയാണ്. This is very, very important. ഇനിയും ഇവര് 3 നിക്ഷേപ പാത്രങ്ങളെ നൽകിയെന്ന് നമ്മൾ വായിക്കുന്നു. പൊന്ന്, മൂര്, കുന്തിരിക്കം. അതുകൊണ്ടാണ് 3 പേരെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. They were many. They were more than 3. That's what we understand from the scripture passage. And we'll go to the next letter, and that is you. That we could see that Joseph took Jesus and had gone to Egypt. മിസ്രൈമിലേക്ക് പോകുകയാണ്. അതിന് കാരണം അറിയാം. ഹെരോദാവ് 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊല്ലണം എന്നുള്ള ആഗ്രഹത്താൽ ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ നേരെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനായിട്ട് അവര് മിസ്രൈമിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഒരു ഡിവോഷണൽ തോട്ട് ഞാൻ പറയാം. അത് അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. But in my meditation, I believe like that. Listen, Joseph and Mary, they are very poor people. They are from a very poor background. He is a carpenter. They don't have lamb to offer for Jesus. They have only love. They were very poor. How they will maintain their livelihood in Egypt? And I personally believe, and they met those need through this gift given by wise men. പൊന്ന്, മൂര്, കുന്തിരിക്കം എന്ന ആ ഗിഫ്റ്റിലൂടെ ജോസഫ് അദ്ദേഹത്തിന്റെ നീഡ് മീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. നമ്മൾ എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്? നമ്മളോട് ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുവാനുള്ള പ്രാപ്തിയും കൂടെ ദൈവം നമുക്ക് നൽകും. അല്ലെങ്കിൽ ദൈവം ഒരിക്കലും നമ്മളോട് അത് പറയില്ല. അത് ദൈവം അങ്ങനെയാണ്. നമ്മളെല്ലാം ഒരാളോട് യു ഡു ദാറ്റ് എന്ന് പറയുള്ളൂ. എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, നമുക്കത് അറിയില്ല. But God is not like that. When He says to do something, He will provide the necessary things to achieve that. That is our Lord. So God helped Joseph and Mary to take care of Jesus, and their needs were met through wise men. That's what we understand. And as they were there, they heard that King Herod had died. ഹെരോദാവ് മരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So they came back from Egypt, but they came to know that the son of Herod, Archelaus, is ruling over. So what they did was they went to Nazareth. അവർ നസറത്തിലേക്ക് അവർ പോകുകയാണ്. That's what we see in the last S. We see that they had gone to Nazareth, gone back to Nazareth. And it is a prophecy too. Jesus will be grew in Nazareth because he will be called as Nazarene. നസ്രായൻ എന്ന് പേര് വിളിക്കപ്പെടണമെങ്കിൽ അവൻ നസറത്തിൽ വന്ന് പാർക്കണം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So with this, I will go to the next slide. This is a small summary, a very, very small summary about the order of the birth of Jesus Christ. And I hope that you understood what I have in my mind. May the Lord bless you to meditate upon it
through from these chapters. I appreciate you or encourage you to read those passages. And if you have any questions, you are free to ask through my WhatsApp or through Zoom. I welcome your criticism, your doubts, everything. I am happy to clarify. Okay, we'll go to the next slide. Here, the difference between two genes, we could see genealogy only in two gospels, one in Matthew and the other in Luke. We could not see in Mark and John. One we saw in the first session. The first genealogy we see in Matthew chapter 1, and what is the idea of Matthew behind writing that gospel? ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് മത്തായിയുടെ ഉദ്ദേശം എന്താണ് ഈ സുവിശേഷം എഴുതുന്നതിൽ. We know that Matthew, he wrote to Jewish people, so he has that Jewish thinking. So he wrote, അബ്രഹാമിൽ നിന്ന് വംശാവലി ആരംഭിക്കുന്നു. He started genealogy from Abraham because Abraham is the forefather of Jewish people. So he started from Abraham. അബ്രഹാമിൽ നിന്ന് വംശാവലി ആരംഭിക്കുന്നു. His main point of explanation is to prove that Jesus was born from a virgin. യേശു കർത്താവ് ഒരു കന്യകയിൽ നിന്നാണ് ജനിച്ചതെന്ന് എംഫസൈസ് ചെയ്യാനാണ് പ്രധാനമായിട്ടും ഈ ജീനിയോളജി എഴുതിയതെന്നും മാത്രമല്ല he belongs to a kingly family, a royal family, അതും എംഫസൈസ് ചെയ്യാനാണ് മത്തായിയെ കൊണ്ട് ദൈവാത്മാവ് എഴുതി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് സ്ലൈഡിൽ കാണാൻ, ഞാൻ ബ്രാക്കറ്റിൽ അവളിൽ എന്ന് പറയാൻ കാരണം ബാക്കി ഉള്ളവരെല്ലാം ജനിപ്പിച്ചു 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 എന്ന് പറയുമ്പോൾ കർത്താവ് വരുമ്പോൾ അവളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ജോസഫ് ഈസ് നോട്ട് ദ ഫാദർ ഓഫ് ജീസസ്. ജോസഫ് ഈസ് ഓൺലി ദ ഫോസ്റ്റർ ഫാദർ. He was appointed only to take care of Lord Jesus Christ. അത് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. മത്തായി അത് എഴുതുന്നതായി നമുക്ക് കാണുന്നു. What we see in Luke Gospel, ലൂക്കോസ് എഴുതിയ സുവിശേഷത്തില് കേന്ദ്ര വിഷയം പൂർണ്ണ മനുഷ്യനായ ക്രിസ്തു എന്നാണ്. So he connect that genealogy to Adam, ആദാമിലേക്ക് അത് കൊണ്ട് ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So it's not two different genealogy, but it had written in two perspective. രണ്ട് വീക്ഷണത്തിലൂടെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതില് പ്രസക്ത ഭാഗങ്ങള് ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ഓൾറെഡി ഒരെണ്ണമേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ദാറ്റ് ഓൾറെഡി ഐ സെഡ് in the previous slides, ശീലകൾ ചുറ്റി എന്നുള്ളത്. So I am just skipping those points. Okay, here I would like to give a small history regarding the birth of Jesus Christ, and by that I have to conclude the message because it will be time then. കാലഗണന ക്രമത്തിലെ പ്രശ്നം ഇതെന്താന്ന് ചോദിച്ചാൽ ക്രോണോളജി എന്നാണ് ഉദ്ദേശിച്ചത്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും. ദ പ്രോബ്ലം ഇൻ എ ക്രോണോളജി. വാട്ട് ഡസ് ഇറ്റ് മീൻ? ലിസൺ, കർത്താവ് ജനിച്ചത് എപ്പോഴാണെന്നുള്ളതൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. I would like to give a small idea regarding that. കർത്താവ് ജനിച്ചത് തിബിരിയസ് കൈസറുടെ 15ാം ആണ്ടിലാണ്. ജനിച്ചല്ല, യേശു സ്നാനം സ്വീകരിച്ചത് തിബിരിയസ് കൈസറുടെ 15ാം ആണ്ടിലാണ്. So Jesus Christ had his baptism during the reign of Tiberius Caesar in his 15th year of Tiberius Caesar. That's what we read in Luke chapter 3 verse 1. Luke is a good historian, so he bring the history of Jesus Christ along with Roman history. That's how we have that here in Luke chapter 3 verse 1, the baptism of Jesus. And Jesus had his public ministry during the time of Procurator Pontius Pilate. Pontius Pilatoസിന്റെ ഭരണകാലത്താണ് യേശു കർത്താവിന്റെ പരസ്യ പ്രവർത്തനം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
Okay, here we will be looking into, I will just skip a few slides. Okay, listen. നമ്മുടെ കർത്താവ് എന്നാ ജനിച്ചത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ജനിച്ചത് BC-യിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോ അവിടെയുള്ള ഒരാൾ പറഞ്ഞു AD BC ഒന്നും ഒതന്റിക് അല്ല, അതുകൊണ്ട് യേശു ജനിച്ചത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അതാകെ ഒരു വഷളായി. എന്തിനു പറയുന്നു? ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ കർത്താവ് ജനിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യോഗം അവിടെ അവസാനിപ്പിച്ചു. ബട്ട് when we look into history, that's true. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് AD BC എന്നുള്ളതായ എംഫസിസിലേക്ക് നമ്മൾ അധികം പോകേണ്ടതായ കാര്യമില്ല. എങ്കിലും since we are Christians, we must know about what is this AD and BC. നോക്കുക, ഞാൻ അതൊന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യഹൂദന്മാര് രണ്ട് വിധത്തിലുള്ള കലണ്ടറുകളാണ് ഉപയോഗിച്ചിരുന്നത്. Jewish people, they used to use two kinds of calendar, one the religious calendar and the other civil calendar. We see that, and you could see that this is Jewish calendar and this is civil, and this is their month, and they have their sacred year. So they used two different kinds of calendar. And how come this BC and AD? I will give you a small information about that. This is a man, Dionysius Exiguus. ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. Dionysius Exiguus. ഞാനൊരു 5-10 പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ പഠിച്ചത്. ബട്ട് ദർ ഇസ് എ മാൻ ലൈക്ക് ദിസ്. ഗൂഗിളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇയാളെ കിട്ടും. ദിസ് ഇസ് എ റോമൻ മങ്ക്. ഇയാള് റോമൻ സന്യാസിയാണ്. അദ്ദേഹമാണ് BC AD എന്നുള്ള വിഭജനം കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. This is a man who brought BC and AD division. How he brought that thing? You could see AUC. This is an abbreviation about when the Roman city was found എന്നുള്ളത് റിസർച്ച് ചെയ്തപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് AUC എന്നുള്ളതായിരിക്കുന്ന ഒരു വേർഡ്. അതിന്റെ ഫുൾ ഫോം ഒക്കെ താഴെ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് he started to find out the date for when the Roman city was found. That was his first research, and he came to know that in 753 റോമൻ പട്ടണം കണ്ടുപിടിക്കുകയും he gave to that number BC1 and he gave 754 AD1. Okay, so that was his research. So BC and AD was given to those numbers 753 and 754, and those are the dates for the foundation or the founding of the city called Rome. And we see King Herod, he died in 750 BC. He gave BC because he already found that abbreviation. So he gave 750 BC to Herod's death. And we could see that when he started differentiating the era, our Lord Jesus was noted as BC4. That's how these dates come. So the people say that 750 and 753, those dates were for Roman city. It is not for Jesus. People says like that. Doesn't matter. Don't argue with them. Don't bring your apologetics under that. Leave that matter. We go after Lord Jesus Christ. But since he is an historical person, we believe Jesus Christ was born in BC4. ഇനി അതിന്റെ ഫുൾ ഫോമും കൂടെ ഞാൻ പറയാം. ചിലർക്ക് അതിന്റെ ഫുൾ ഫോം അറിയില്ല. BC is before Christ, ക്രിസ്തുവിന് മുൻപ്. AD is not after death. It is Anno Domini, in the year of the Lord. ക്രിസ്തു വർഷം എന്നാണ് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. So according to the history,
Our Lord Jesus Christ was born in BC 4 or in BC 3. Both dates are there. Some says BC 6. We do not know exactly. But Jesus Christ is an historical person, and those dates were brought by this man, and that helped to divide the history into two, BC and AD. Okay, and that's what I told you. AUC. What is AUC? Ab Urbe Condita. From the founding of the city. That's the full form of AUC. Okay, it's time to conclude here now. Okay. So we will continue from the next session onwards. So how December 25th came, you leave that matter. This is the date of a sun god called Mitra, and Mitra got rebirth on that very day, and the Constantine, when he made Christianity as a royal religion, so he gave the sun date to Christ date. So that's how the December 25th came. Even though we don't celebrate December 25, I use this opportunity to share Lord Jesus Christ. Okay, so we can have that. So with that, let me conclude today's session. Our Lord Jesus Christ, he born into this world according to the scriptures. He was born into a very poor family, a holy family, a sincere family for you and me. He will take care of us. He will take care of our needs. He will say, fear not. So let's listen that word and let's love him. May the name of the Lord be glorified. Amen. Thank you.